ദാക്ഷായണി ബിസ്ക്കറ്റ് സമ്പാദിച്ചതോ എന്നാൽ ഇതുവരെ പേയ്മെന്റ് ലഭിച്ചിട്ടില്ലാത്ത ഒരു ഇനത്തെയാണ് അക്രൂഡ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, ദാക്ഷായണി ബിസ്ക്കറ്റ് ഒരു ക്ലയന്റിന് കാറ്ററിംഗ് സേവനങ്ങൾ നൽകുന്നുവെന്നും എന്നാൽ സേവനങ്ങൾക്കുള്ള പേയ്മെന്റ് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും കരുതുക. ഉപഭോക്താവിൽ നിന്ന് കുടിശ്ശികയുള്ള തുക ഒരു അക്രൂഡ് അസറ്റായി കണക്കാക്കും. പേയ്മെന്റ് ലഭിച്ചില്ലെങ്കിലും ദാക്ഷായണി ബിസ്ക്കറ്റ് ഇതിനകം തന്നെ സേവനങ്ങൾ നൽകുകയും പണം സ്വീകരിക്കാനുള്ള അവകാശം നേടുകയും ചെയ്തു. ദാക്ഷായണി ബിസ്ക്കറ്റിന് ഇതുവരെ നൽകിയിട്ടില്ലാത്ത ചിലവോ ചെലവുകളോ ആണ് അക്രൂഡ് എക്സ്പെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഭാവിയിൽ ഒരു പേയ്മെന്റ് നടത്താനുള്ള ബാധ്യതയെ ഇത് പ്രതിനിധീകരിക്കുന്നു. ദാക്ഷായണി ബിസ്ക്കറ്റ് അവരുടെ ബേക്കിംഗ് ഉപകരണങ്ങൾ നന്നാക്കാൻ ഒരു മെയിൻ്റനൻസ് കമ്പനിയെ വാടകയ്ക്കെടുക്കുന്നു. അറ്റകുറ്റപ്പണി പൂർത്തിയായെങ്കിലും ദാക്ഷായണി ബിസ്ക്കറ്റിന് ഇതുവരെ ഇൻവോയ്സ് ലഭിക്കുകയോ പണമടയ്ക്കുകയോ ചെയ്തിട്ടില്ല. അറ്റകുറ്റപ്പണികൾക്കായി മെയിൻ്റനൻസ് കമ്പനിക്ക് നൽകാനുള്ള തുക ഒരു അക്രൂഡ് എക്സ്പെൻസായി കണക്കാക്കും. ചെലവ് വന്നിട്ടുണ്ട് എന്നാൽ യഥാർത്ഥ പേയ്മെന്റ് തീർപ്പുകൽപ്പിക്കുന്നില്ല. ദാക്ഷായണി ബിസ്ക്കറ്റ് കടപ്പെട്ടിരിക്കുന്നതും എന്നാൽ ഇതുവരെ അടച്ചിട്ടില്ലാത്തതുമായ ഒരു കടമോ ബാധ്യതയോ ആണ് ഒരു അക്രൂഡ് ലയബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഭാവിയിൽ കമ്പനി തീർപ്പാക്കേണ്ട തുകയെ ഇത് പ്രതിനിധീകരിക്കുന്നു. ഉദാഹരണത്തിന്, ദാക്ഷായണി ബിസ്ക്കറ്റിന് ഒരു വിതരണക്കാരനിൽ നിന്ന് സാധനങ്ങൾ ലഭിച്ചിരിക്കാം, പക്ഷേ ഇതുവരെ പണം നൽകിയിട്ടില്ല. വിതരണക്കാരൻ കുടിശ്ശികയുള്ള തുക ഒരു അക്രൂഡ് ലയബിലിറ്റി കണക്കാക്കും. ദാക്ഷായണി ബിസ്ക്കറ്റ് പണം അടച്ചില്ലെങ്കിലും ഭാവിയിൽ കടം തീർക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. ദാക്ഷായണി ബിസ്ക്കറ്റ് നൽകിയതും എന്നാൽ ഇതുവരെ പേയ്മെന്റ് ലഭിച്ചിട്ടില്ലാത്തതുമായ ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ വരുമാനത്തിന്റെ അംഗീകാരത്തെയാണ് അക്രൂഡ് റവന്യൂ എന്ന് സൂചിപ്പിക്കുന്നത്. ദാക്ഷായണി ബിസ്ക്കറ്റ് ഒരു ഉപഭോക്താവിന് ബിസ്ക്കറ്റ് ക്രെഡിറ്റിൽ വിൽക്കുന്നുവെന്ന് കരുതുക. ബിസ്ക്കറ്റുകൾ വിതരണം ചെയ്തു, എന്നാൽ ഉപഭോക്താവിൽ നിന്നുള്ള പേയ്മെന്റ് പിന്നീടുള്ള തീയതിയിലേക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ആ ബിസ്ക്കറ്റുകളുടെ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം അക്രൂഡ് റവന്യൂ ആയി കണക്കാക്കും. ദാക്ഷായണി ബിസ്ക്കറ്റിന് ഇതുവരെ പേയ്മെന്റ് ലഭിച്ചിട്ടില്ലെങ്കിലും അവർ ഇതിനകം സാധനങ്ങൾ നൽകുകയും ഭാവിയിൽ പണം സ്വീകരിക്കാനുള്ള അവകാശം നേടുകയും ചെയ്തു.